സുഹൃത്തുക്കളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് മൊബൈൽ ഫോണിലൂടെ വൈറലാവുകയും അതുവഴിയാണ് അങ്ങനെ ഒരു അവസരം ലഭിച്ചത്. അതൊന്നും നമുക്ക് അതിനു മുമ്പ് മലയാളത്തിന്റെ മഹാനടൻ ശ്രീ മമ്മൂട്ടിയെ അനുകരിച്ചുകൊണ്ട് തുടങ്ങാം. ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിലെ ചതിയൻ ചന്തുവായി ശ്രീ മമ്മൂട്ടി. ചതിയൻ ചന്തുവിനെ പറ്റി നിങ്ങൾക്ക് എന്തറിയാം? ഇരുമ്പാടി തട്ടി മുളയാടി വെച്ച് പൊൻകാരം കൊണ്ട് ചുരുങ്ങി വിളക്കാൻ കൊല്ലന് 16 പണം കൊടുത്തവൻ ചന്തു. മാറ്റം തിരിഞ്ഞു ചോദിച്ചപ്പോ മറന്നുപോയെന്ന് കളവ് പറഞ്ഞവൻ ചന്തു. മടിയിൽ അംഗത്തളർച്ചയോടെ കിടക്കുന്ന വീരന്റെ വയറ്റിൽ കുത്തുവിളക്കിന്റെ തണ്ട് താഴ്ത്തി മാറ്റാൻ കൂട്ടത്തിലേക്ക് ചാടി രക്ഷപ്പെട്ടവൻ ചന്തു. കൊടുഞ്ഞതികൾ പിന്നെന്തൊക്കെ പാടി നടക്കുന്നുണ്ട് പാടാൻ നിങ്ങളുടെ നാട്ടിൽ. ഇനി ഇതേ സംഭാഷണം നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ പിണറായി വിജയൻ പറഞ്ഞാൽ എങ്ങനെയിരിക്കുമെന്ന് നോക്കാം. ഇരുമ്പാടി തട്ടി മുളയാടി വെച്ച് എന്നാണ് പറയുന്നത്. എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? ഞങ്ങള് ഇരുമ്പാടി തട്ടുന്ന ആളുകളല്ല. ഞങ്ങൾക്ക് മുളയാടി വെക്കേണ്ട കാര്യമില്ല. ആണി ഏതാണി എവിടെ വെക്കണമെന്ന് ഞങ്ങൾക്കറിയാം. അതൊന്നും നിങ്ങൾ പഠിപ്പിക്കണ്ട. പിന്നെ പൊൻകാരം കൊണ്ട് ചിരിക്ക വിളക്കിയെന്നാണ് പറയുന്നത്. ആരാ പൊൻകാരം കൊണ്ട് ചിരിക്ക വിളക്കിയത്? ഞങ്ങളാണോ പൊൻകാരം കൊണ്ട് ചിരിക്ക വിളക്കിയത്? നിങ്ങൾക്ക് തന്നെ ആലോചിച്ച് നോക്കിയാൽ അറിയുന്ന കാര്യമാണല്ലോ. അല്ല, നിങ്ങളെ പാടന്മാർ പാടി നടക്കുന്നുണ്ടല്ലോ. പിന്നെ 16 പണം കൊടുത്തു എന്നാണ് പറയുന്നത്. ആരാ 16 പണം കൊടുത്തത്? പണം കൊടുക്കാനാണെങ്കിൽ അത് നിങ്ങളുടെ കയ്യിലല്ലേ പണമുള്ളത്. നിങ്ങളുടെ പാടന്മാർ പാടി നടന്നതൊന്നും ഞങ്ങളെ തോൽപ്പിക്കാന്ന് വിചാരിക്കണ്ട. ഞങ്ങളുടെ ജീവിതം പിന്നെയും ബാക്കിയാണ്. അതുകൊണ്ട് അതൊക്കെ അവിടെ വെച്ചാൽ മതി. നന്ദി. ഇതേ സംഭാഷണം നമ്മുടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, മുസ്ലിം ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇതേ സംഭാഷണം പറഞ്ഞാൽ എന്താ ഇഷ്യൂ? അല്ല, നിങ്ങൾ പറഞ്ഞല്ലോ ഇരുപ്പാടി തട്ടി മുളയാടി വെച്ച് പിന്നെന്തോ കാരം കൊണ്ടെന്തോ ചെയ്തത്. ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന ഇഷ്യൂ അല്ല. കാരണം ഞങ്ങൾക്ക് ആകെയുള്ളാണി എന്ന് പറഞ്ഞാൽ ബിരിയാണിയാണ്. മറ്റാണിന്റെ കാര്യത്തിൽ ഞങ്ങൾക്കൊരു ഇഷ്യൂ ഇല്ല. നന്ദി. മിമിക്രി ഞാനൊക്കെ ഒരുപാട് സ്കൂൾ പഠിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് മിമിക്രി, നിങ്ങൾ മത്സരത്തിനൊക്കെ മിമിക്രിക്കൊക്കെ പങ്കെടുക്കണം കേട്ടോ. വ്യത്യസ്തമായ ഒരുപാട് ശബ്ദങ്ങൾ അനുകരിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാനും, അല്ലേ? ഞാൻ വ്യത്യസ്തമായ 2 ഐറ്റംസ് എടുക്കാം കുട്ടികൾക്ക് വേണ്ടിയിട്ട് കേട്ടോ. പാമ്പാട്ടിയുടെ കയ്യിലെ മകുടിയുടെ ശബ്ദം നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. വ്യത്യസ്തമായി എങ്ങനെ എടുക്കാൻ നോക്കാം കേട്ടോ. കേൾക്കണേ കേട്ടോ. പാമ്പാട്ടിയുടെ കയ്യിലെ മകുടി. മനസ്സിലായോ? അതുപോലെ തന്നെ നമ്മുടെ ഷെഹനായിയുടെ ശബ്ദം, ബിസ്മില്ലാഖാന്റെ കൈവശമുള്ള ഷെഹനായിയുടെ ശബ്ദം തന്നെ ഇരിക്കാം. ഷെഹനായി ഒരു മ്യൂസിക് ഇൻസ്ട്രുമെന്റ് ആണ്. കുട്ടികൾക്ക് അറിയില്ലെങ്കിൽ അത് സംഗീതോപകരണമാണ്. നമ്മൾ സാധാരണ അധികം ഇത് കേൾക്കുക ടി വിയിലൊക്കെ. ആരെങ്കിലും വലിയ വ്യക്തികള്, മഹത് വ്യക്തികൾ മരിച്ചാലൊക്കെ ഇതിന്റെ മ്യൂസിക് ഇങ്ങനെ കേൾക്കാൻ നോക്കും, അല്ലേ? അത് ഷെഹനായിയുടെ ശബ്ദം കേൾക്കാം. ഓക്കെ.